ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനായവരെ കർത്താവ് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഇന്ന് വചനം ഘോഷിക്കാൻ അടിയനെ സഹായിക്കുന്നവർ സ്തുതിക്കുന്നു. എങ്ങനെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നവർ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വചനം ക്രിയ ചെയ്യട്ടെ, ഞങ്ങളുടെ വചനം ബിൽഡപ്പ് ചെയ്യട്ടെ, ഞങ്ങളുടെ വചനം ഡിസ്ട്രോയ് ചെയ്യട്ടെ, ഞങ്ങളുടെ വചനം വിശ്വാസവും വെളിപ്പാടുമായി മാറട്ടെ. ഈ വചനം അനേകർക്കൊരു ബ്രേക്ക് ത്രൂ ആക്കി മാറ്റുന്നതോട് സ്തുതിക്കുന്നു. എല്ലാം നസ്രാന യേശു ക്രിസ്തു നാമത്തിൻ്റെ ആമേൻ. അപ്പം ഇന്ന് ഒരു സെക്കൻഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മർമ്മം ഇതാണ്: കർത്താവിങ്കിലേക്ക് നോക്കുക എന്നർത്ഥമാക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്കതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പോൾ ഈ വചനത്തിനെ സ്തുതിക്കുന്നു. വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് ഇടപെടുന്നതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വാക്യം പറയുന്നത് അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരെ, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഈ വാക്യം ഇങ്ങനെ അല്ല പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇമാജിനറി വാക്യം പറയും. ഇങ്ങനെ അല്ല പറയുന്നത്. അവൻ്റെ അനുഗ്രഹങ്ങളിലോട്ട് ആത്മീകോ ഭൗതിക അനുഗ്രഹങ്ങളോട്ട് നോക്കിയ പ്രകാശരെ, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അതോ അവൻ്റെ വേല ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇതൊന്നും അല്ല ശരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു വാക്ക്! അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവൻ്റെ അനുഗ്രഹങ്ങളിലോട്ട് നോക്കിയെന്നല്ല, അവൻ്റെ ഭൗമിക നന്മകളിലോട്ടോ ആത്മീക അനുഗ്രഹങ്ങളിലോട്ടോ കൃപാവരങ്ങളിലോട്ടോ നോക്കിയവരെന്നല്ല, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് പോർഷനാണ് എന്താണ് അവങ്കിലേക്ക് നോക്കുക എന്നർത്ഥമാക്കുന്നത്. They looked to him and were radiant. But what does it mean by looking at the Lord? എന്താണ് അവങ്കിലേക്ക് നോക്കുക എന്നർത്ഥമാക്കുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. നമ്മൾ കണ്ടു, അവങ്കിലേക്ക് നോക്കിയവരാണ് പ്രകാശിതരെ, അവൻ്റെ അനുഗ്രഹങ്ങളിലോട്ടോ നോക്കിയവരല്ല. ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ മെയിനായിട്ട് ഇപ്രാവശ്യം ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം ഇതായിരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരുപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഒരിക്കലും ഞാൻ എംഫസൈസ് ചെയ്യുകയാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, കർത്താവിങ്കിലേക്ക് നോക്കുക എന്നർത്ഥമാക്കുന്നത് എന്ത്? എങ്ങനെയാണ് അഥവാ എങ്ങനെയാണ് നാം ദൈവമുഖത്തോട്ട് നോക്കുക? നമ്മൾ നേരത്തെ കണ്ടു, അവൻ്റെ മുഖത്തോട്ട് നോക്കിയവരാണ് പ്രകാശത്തിലെ അവരുടെ മുഖം രചിച്ചു പോകാൻ. അപ്പം ദൈവമുഖത്തോട്ട് എങ്ങനെയാണ് നാം നോക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇതാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് പോകാം. എങ്ങനെയാണ് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നത്? ആ ഭാഗം നമുക്ക് പോകാം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപം വിടുന്ന നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ല എന്ന് വചനമുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഭാഗം സ്പെസിഫിക് ആയിട്ട് പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. നമ്മുടെ ഭൗതിക കാര്യങ്ങളെ പറ്റിയുള്ള ഭാരം, ആത്മീക കാര്യങ്ങളെ പറ്റിയുള്ള ഭാരം, നമ്മുടെ ഭയങ്ങൾ എല്ലാം വിട്ട്, എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത്, എല്ലാം അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ അവൻ്റെ സന്നിധിയിൽ ഇട്ടുകൊണ്ട് അവൻ്റെ വചനം വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഓ, പാപം നമുക്കറിയാം, നമുക്ക് മനസ്സിലായത്. പക്ഷെ ഇവിടെ ഈ കേസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, പാപം മാത്രമല്ല, സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാരവും വിട്ട് വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ സകല ഭാരവും സകല ചിന്താകുലങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ മാറ്റി നിർത്തി, സകല പാപവും സ്പെസിഫിക് ആയിട്ട് പറയുന്നു, പാപം മാത്രമല്ല, മുറുകെ പറ്റുന്ന പാപം, നമ്മുടെ കൈ തൊട്ടുകൊണ്ടിരിക്കുന്ന പാപം, അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ മാറ്റി നിർത്തി വിശ്വാസത്തിൻ്റെ നായകനും വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിങ്കലേക്ക് നോക്കുക. അപ്പം എന്താണ് സകല ഭാരം? പാപം മാത്രമല്ല, മുറുകെ പറ്റുന്ന പാപം. അതുമാത്രമല്ല, സകല ഭാരം, നമ്മളെ ആത്മീക ഭാരം, ഭൗതിക ഭാരം, ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ മാറ്റി നിർത്തിയിട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്താണിത് അർത്ഥമാക്കുന്നത്? നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ സകല പാപവും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം, എന്തൊക്കെ ഭാരമായിരിക്കും, ആത്മീക ഭാരം, ഭൗതിക ഭാരം, എല്ലാം മാറ്റി നിർത്തി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ പറയട്ടെ, പാപം മാത്രമല്ല, നമ്മുടെ മുറുകെ പറ്റുന്ന പാപവും കർത്താവിന് സന്നിധിയിൽ കൊടുത്ത് സകല ഭാരവും ആത്മീകവും ഭൗതികമായ ഭാരം എല്ലാം കർത്താവിന് സന്നിധിയിൽ കൊടുത്ത് കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി മുന്നോട്ട് പോകാം. വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓ, പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞാൽ പലപ്പോഴും പാപം നമ്മൾ മാറ്റി നിർത്തും. പാപം നമുക്കറിയാം നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ അഫക്റ്റ് ചെയ്യും. അതുമാത്രമല്ല, സകല ഭാരവും ആത്മീകമാകട്ടെ ഭൗതികം, സകല ഭാരവും മാറ്റി നിർത്തി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുക എന്നർത്ഥമാക്കുന്നത്. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ പറയട്ടെ, സകല ഭാരവും ആത്മീക ഭൗതിക എന്ത് രോഗത്തെ പറ്റിയുള്ള ഭാരമായിരിക്കാം, ലോകത്തിലുള്ള ഭയമായി എല്ലാം മാറ്റി നിർത്തി മുറുകെ പറ്റുന്ന പാപം മാറ്റി നിർത്തി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി മുന്നോട്ട് പോവുക. ഇതാണ് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുക എന്നർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാക്യം ഇതായിരുന്നു, അവങ്കലേക്ക് നോക്കിയ പ്രകാശത്തിലായി.
അവരുടെ മുഖമോ ലജ്ജിച്ചു പോയത്. They looked to him and were radiant, and their faces were not blushing. അവൻ്റെ അനുഗ്രഹത്തിലോട്ട് നോക്കിയാലല്ല, അവൻ്റെ മിനിസ്ട്രിയിലോട്ട് നോക്കിയാലല്ല, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയാലാണ് പ്രകാശനെ. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുക എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? നാം കണ്ടു, സകല ഭാരം, എന്തൊക്കെ ഭാരം, ആത്മീക ഹോദി എല്ലാം മാറ്റി നിർത്തി, മുറുകെ പറ്റുന്ന പാപം മാറ്റി നിർത്തി, കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി മുന്നോട്ട് പോവുക. ഇതാണ് കർത്താവിനെ നോക്കുക, കർത്താവിനെ നോക്കി മുന്നോട്ട് പോകുക എന്ന് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ബന്ധപ്പെട്ടു 1-2 കാര്യങ്ങൾ നോക്കാം. മുറുകെ പറ്റുന്ന നാം പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇതാണ് നമ്മിൽ അനേകർക്കുള്ള പ്രശ്നം. വിശ്വാസത്തിൽ സ്ഥിരതയില്ല. ഒരു നിമിഷം ഭയങ്കര വിശ്വാസം, അടുത്ത നിമിഷം വിശ്വാസം ഒലിച്ചു പോകുന്ന പോലെ പോകും. സഹോദരി, അതല്ല. നമ്മുടെ സകല ഭാരം മുറുകെ പറ്റുന്ന പാവം നീക്കി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് മുന്നോട്ട് വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം, വിശ്വാസത്തിൻ്റെ ഈ പ്രാക്ടീസ് സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമുക്ക് സ്ഥിരതരായിരിക്കാൻ നോക്കാം. സ്ഥിരത എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞാൻ റെഫറൻസ് ഇപ്പോൾ എടുക്കുന്നില്ല. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനം അല്ല, അതിൻ്റെ കൂട്ടത്തിൽ സ്ഥിരതയും പറയുന്നുണ്ട്. ഒരു നിമിഷം വിശ്വാസം, അടുത്ത നിമിഷം അവിശ്വാസമല്ല. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും മാറ്റി നിർത്തി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കിപ്പോൾ വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അസ്ഥിരത നമുക്ക് എല്ലാവർക്കും വരാം. ഒരു നിമിഷം വിശ്വാസം കഴിഞ്ഞ് അടുത്ത നിമിഷം അവിശ്വാസം വരാം. അത് ഡെഫിനറ്റ്ലി അത് നാച്ചുറലായിട്ട് വരാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ സ്ഥിരതയില്ലായ്മ വരുമ്പോൾ ഒരിക്കൽ കൂടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം മാറ്റി നിർത്തി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അത് സംസാരിച്ച് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി മുന്നോട്ട് പോകുക. അത് വീണ്ടും അങ്ങനെ ചെയ്ത സ്ഥിരതയോടെ മുന്നോട്ട് പോകുക. അങ്ങനെ ചെയ്യുമ്പോൾ നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നവരായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും തള്ളി നീക്കി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം വിശ്വസിച്ചുകൊണ്ട് നാം സ്ഥിരതയോടെ പോകുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നാം ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കുന്നവരായിരിക്കണമെന്നില്ല. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ എല്ലാ ഏരിയയിലും വരണമെന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഞാൻ പറയട്ടെ, നാം സകല പാപവും മുറുകെ പറ്റുന്ന പാപവും മാറ്റി നിർത്തി പാപം മാറ്റി നിർത്തി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം നാം സ്ഥിരതയോടെ ഓടുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നാം ദൈവമുഖത്തോട്ട് നോക്കുന്നവരായിരിക്കണമെന്നില്ല. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ എല്ലാ ഏരിയയിലും വരണമെന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ വായിച്ച ദൈവവചനം സ്പെസിഫിക് ആയിട്ട് പറയും, അവൻ്റെ മുഖത്തോട്ട് നോക്കിയോ അവങ്കലേക്ക് നോക്കിയോ പ്രകാശത്തിനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. They looked to him and were radiant. അവങ്കലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം തള്ളി നീക്കി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി നമുക്ക് വിശ്വാസത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. അങ്ങനെയെങ്കിൽ നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നവരെ മാറും. ദൈവിക പ്രകാശം നമ്മുടെ എല്ലാ ഏരിയയിലും വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ നമുക്ക് വായിച്ചിട്ട് മുന്നോട്ട് പോവാം. 3-ാമത്തെ വാക്യത്തിൻ്റെ 2-3 ഒരിക്കലും വായിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. പാപത്തോട് പോരാടുന്ന നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. പല കേസിലും പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നൊരു ചിന്തയാണ്, നിന്റെ ജീവിതത്തിൽ അനീതിയാണ് സംഭവിച്ചേക്കുന്നത്, നിന്റെ
നീ ഡിസേർവ് ചെയ്ത് നിനക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനെ ഡിസേർവ് ചെയ്യുന്ന മാന്യത നിനക്ക് കിട്ടുന്നില്ല, നിന്നെ ആരും വകവെക്കുന്നില്ല, നിന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാം നിരാശയിലോ നാം പുറകോട്ട് പോകാനോ സാധ്യതയുണ്ട്. കംപ്ലീറ്റ്ലി നാച്ചുറലായിട്ട് മനുഷ്യൻ്റെ വരാം. പക്ഷേ സ്പെസിഫിക്കായിട്ട് ഈ ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. നാം എത്ര അനീതി നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചാൽ ഏറ്റവും വലിയ അനീതി കിട്ടിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനാണ്. പാപമില്ലാത്ത കുഞ്ഞാടായി ഈ ലോകത്തിൽ വന്നിട്ടും പാപികൾ തന്നെ നിർത്തി മുൾക്കിരീടം തൻ്റെ ശിരസിൽ വെച്ചിട്ട് തന്നെ ക്രൂശിൽ ഒരു കൊലയാളിയെപ്പോലെ കൊല്ലുകയാണ് ചെയ്തത്. ഇതിലും വലിയ അനീതി ആർക്കും കിട്ടാനില്ല. ഞാനൊരിക്കൽ പറയാം, നമ്മുടെ ഉള്ളിൽ പിശാച് പലപ്പെടുന്നൊരു ചിന്തയാണ്, നിനക്ക് അനീതിയാണ് നിൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്നത്, നിനക്ക് ഡിസേർവ് ചെയ്ത് കിട്ടിയിട്ടില്ല. പലപ്പോഴും ലോജിക്കലായിട്ട് പിശാചിടാം നമ്മൾ ക്ഷീണിച്ചു പോകാനോ പുറകോട്ട് പോകാനോ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ സ്പെസിഫിക്കായിട്ട് ഈ വചനം പറയും, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. ഏറ്റവും വലിയ അനീതി ലഭിച്ചത് കർത്താവിനാണ്. ഏറ്റവും വലിയ പാപമില്ലാത്ത കുഞ്ഞാടായിട്ട് വന്ന് പാപികളുടെ കയ്യിൽ ഒരു കൊലയാളിയെപ്പോലെ പാപികൾ കർത്താവിനെ കൊല്ലുകയാണ് ചെയ്തത്. ഏറ്റവും വലിയ അനീതി ലഭിച്ചത് കർത്താവിനാണ്. നമ്മളൊക്കെ എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അനേക കുറവുകളുണ്ട്, അതുണ്ട്. പക്ഷെ ഈ കേസിൽ പാപമില്ലാത്ത കുഞ്ഞാടായിട്ട് വന്ന് പാപികൾ തന്നെ ഒരു കൊലയാളിയെപ്പോലെ കൊല്ലുക. ഏറ്റവും അനീതി സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. പക്ഷെ സ്പെസിഫിക്കായിട്ട് ഈ വചനം പറയും, പാപികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളിൻ, നിങ്ങൾ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. എത്ര വലിയ അനീതി നമുക്ക് കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കണം. ഏറ്റവും വലിയ അനീതി കിട്ടിയത് നമ്മുടെ കർത്താവിനാണ്. പാപമില്ലാത്ത കുഞ്ഞാടായിരുന്നിട്ട് പാപികൾ തന്നെ ഒരു കൊലയാളിയെപ്പോലെ കൊല്ലുകയാണ് ചെയ്തത്. നമുക്കത് ധ്യാനിച്ചുകൊണ്ട്, കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഈ വാക്യം പറഞ്ഞാൽ അനേക വിശ്വാസ വീരന്മാരിത് ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. നമുക്ക് കർത്താവിങ്കലോട്ട് നോക്കാം. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ സകല ഏരിയയിലും വരട്ടെ. ഏതൊരു സ്തോത്രം. നമ്മൾ എന്തൊക്കെ കണ്ടു, ഒരു ക്വിക്ക് റീക്യാപ്പ് നടത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ രചിച്ചു പോയത്. അവങ്കലേക്ക് നോക്കിയവരാണ് പ്രകാശിതരായി. അവങ്കലേക്ക് നോക്കുക എന്നർത്ഥമാക്കുന്നത് എന്താണ്? നാം ഡീറ്റെയിലായിട്ട് നമ്മൾ കാണും. സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാരം മാത്രമല്ല, മുറുകെ പറ്റുന്ന പാപം, സാധാരണ പാപം മാത്രമല്ല, മുറുകെ പറ്റുന്ന പാപം തള്ളി നീക്കി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നതാണ് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുക എന്ന് അർത്ഥമാക്കുന്നത്. പിശാച് നമുക്ക് അനീതി ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ പുറകോട്ട് വലിക്കാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ അനീതി ലഭിച്ച പാപമില്ലാത്ത കുഞ്ഞാടായിട്ട് വന്നിട്ട് പാപികൾ തന്നെ കൊലപ്പെടുത്തിയ ഇത്രയും വലിയ അനീതി ലഭിച്ച നമ്മുടെ കർത്താവിനെ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് കർത്താവിനെ നോക്കുക എന്ന് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴാണ് കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ എല്ലാവരെയും ദേഹം, ദേഹി, ആത്മാവിൽ വെളിപ്പെടുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ലജ്ജിച്ചു പോകാതിരിക്കുന്നത്. ഇത്രയും നമ്മൾ കണ്ടു. ഇനിയും നമുക്ക് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയവരുടെ ഉദാഹരണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടതാരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നുവെന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞുവെന്ന് പറഞ്ഞു. ഒരാൾ എന്നെ തൊട്ടു,
എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻസിഡൻ്റ് ആണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ചോദ്യമാണ്, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നെന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. ലോജിക്കലി ഏതാണ്? തിങ്ങി നിൽക്കുകയാണ് മനുഷ്യൻ. ഡെഫിനറ്റ്ലി മനുഷ്യൻ തൊടുന്നുണ്ട്, ടച്ചിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത്രയും തിങ്ങി നിൽക്കുകയാണ്. ഇത്രയും പേര് കർത്താവിനെ ഫിസിക്കലി ടച്ച് ചെയ്തപ്പോഴും ഒരാളെ യഥാർത്ഥത്തിൽ തൊട്ടുള്ളൂ. കർത്താവ് പറയുന്നുണ്ട്, യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, അനേകർ കർത്താവിനെ മുഖത്തോട്ട് നോക്കി പോകുന്നു പറയുമ്പോൾ ചിലർ മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയുള്ളൂ. ഈ കേസിൽ ഒരാൾ മാത്രമേ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയുള്ളൂ. ദൈവശക്തി അവർക്ക് വേണ്ടി വെളിപ്പെടാനിടയായിത്തീർന്നു. ഒരിക്കലും ഞാൻ പറയട്ടെ, അനേകർ തിങ്ങി നിൽക്കുക, അനേകർ കർത്താവിനെ ഫിസിക്കലി തൊടുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു, ഒരാൾ എന്നെ തൊട്ടു. അനേകർ ഫിസിക്കലി തൊടുന്നുണ്ടെങ്കിലും ഒരാളെ ശരിക്കും തട്ടുള്ളൂ. നമ്മുടെ ഈ ഭാഷയെ പറഞ്ഞാൽ അനേകർ ദൈവമുഖത്തോട്ട് നോക്കിപ്പോന്ന് പറയുമ്പോൾ ഒരാളെ ശരിക്കും ദൈവമുഖത്തോട്ട് നോക്കിയുള്ളൂ. അവർക്ക് വേണ്ടി ദൈവശക്തി വെളിപ്പെട്ടു. എന്നോട് ബന്ധപ്പെട്ട് ഒരു വാക്യം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമി എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അനേകർ ദൈവമുഖത്തോട്ട് പോകുന്നു പറയുമ്പോഴും ചിലർ മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു. അവർക്ക് വേണ്ടി ദൈവശക്തി വെളിപ്പെടും. അവരുടെ മുഖം, അവരുടെ ദേഹം, ദേഹി, ആത്മാവിൽ പ്രകാശം വരും. അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നാം യഥാർത്ഥത്തിൽ ദൈവമുഖത്തോട്ടാണോ നോക്കുന്നത്? അതോ നമ്മൾ ഈ കേസിൽ കണ്ട പോലെ നമ്മൾ കർത്താവിൻ്റെ തിക്കും തിരക്കിലും വന്ന് തൊടുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ നാം ദൈവമുഖത്തോട്ട് നോക്കി അവനെ തൊടുന്നുണ്ട്? പലപ്പോഴും പെന്തക്കോസ്ത് സഭയിലുള്ള ആൾക്കാരുടെ ഒരു ചിന്തയുണ്ട്, അവർ ശരിക്കും ദൈവമുഖത്തോട്ട് നോക്കിയാൽ ബാക്കിയുള്ളവരൊന്നും അല്ലെന്ന്. എവിടുന്ന് ഐഡിയ കിട്ടിയെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ നാം നേരത്തെ കണ്ടതുപോലെ നാം സകല ഭാരം, മുറുകെ പറ്റുന്ന പാപവും തള്ളി നീക്കി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നുവോ, നാം അവനെ ധ്യാനിക്കും. എങ്കിൽ നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നവരാണ്. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ എല്ലാ ഏരിയയിലും വരും. ദൈവശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നാം ദൈവമുഖത്തോട്ട് നോക്കുന്നവരാകണമെന്നില്ല. ദൈവിക പ്രകാശം നമ്മുടെ എല്ലാ ഏരിയയിലും വരണമെന്നില്ല. നാം ദൈവമുഖത്തോട്ട് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ദൈവമുഖത്തോട്ട് നോക്കുന്നു. എന്നോട് ബന്ധപ്പെട്ട് ദൈവവചനത്തെ നമുക്ക് ഒരു ഉദാഹരണം കൂടെ നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക് വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി മുന്നോട്ടിറങ്ങിയപ്പോൾ ഫിസിക്സിൻ്റെ നിയമങ്ങളെ അദ്ദേഹം ലംഘിച്ചു. ഫിസിക്സിൻ്റെ നിയമത്തെ അദ്ദേഹം ഓൾറെഡി നമുക്ക് കാണാൻ സാധിക്കും.
ഫിസിക്സിൻ്റെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യന് വെള്ളത്തിന്മേൽ നടക്കാൻ സാധ്യമല്ല. പക്ഷേ ദൈവമുഖത്തോട്ട് നോക്കി അദ്ദേഹം ഇറങ്ങിയപ്പോൾ ദൈവശക്തി അദ്ദേഹത്തിന് വേണ്ടി വെളിപ്പെട്ടു. ഫിസിക്സിൻ്റെ നിയമങ്ങളെ തന്നെ ഛിന്ന ഭിന്നമാക്കി അദ്ദേഹം വെള്ളത്തിന്മേൽ നടക്കാനിടയായിത്തീർന്നു. പക്ഷെ എപ്പോഴാണോ കർത്താവിൻ്റെ മുഖത്തോട്ട് കർത്താവിൻ്റെ മുഖത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നോട്ടം മാറിയോ, അദ്ദേഹം അന്നേരം സാഹചര്യങ്ങളാൽ അദ്ദേഹം ഈ ലോസിൻ്റെ ഫിസിക്സ് അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹം മുങ്ങുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ അദ്ദേഹത്തെ രക്ഷിച്ചു. ദൈവമുഖത്തോട്ട് മാത്രം നോക്കി ഇറങ്ങിയപ്പോൾ ദൈവശക്തി പത്രോസിന് വേണ്ടി വെളിപ്പെട്ടു. ഫിസിക്സിൻ്റെ നിയമങ്ങളെ തന്നെ ഛിന്ന ഭിന്നമാക്കുന്ന കണ്ടു. നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുവോ? നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം തള്ളി നീക്കി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവനിലോട്ട് മാത്രം നോക്കി നാം വിശ്വാസത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ എല്ലാ ഏരിയയിലും വരും. ദൈവശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അങ്ങനെ നാം ഒരുപക്ഷെ ചെയ്യുന്നില്ല എങ്കിൽ നാം കർത്താവിൻ്റെ മുഖത്തോട്ട് ശരിയായ രീതിയിൽ നോക്കുന്നവരായിരിക്കണമെന്നില്ല. ദൈവശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടണമെന്നില്ല. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ എല്ലാ ഏരിയയിലും വരണമെന്നുമില്ല. നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുവോ? ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുവോ? നമുക്ക് പറയാൻ എളുപ്പമാണ് നാം പക്ഷേ യഥാർത്ഥത്തിൽ നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം തള്ളി നീക്കി കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് അവൻ്റെ മുഖത്തോട്ട് നോക്കി വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് സ്ഥിരതയോടെ ഓടുന്നുവോ? അങ്ങനെയെങ്കിൽ നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നവരാണ്. നാം ദൈവശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവങ്കലേക്ക് നോക്കിയവർ നാം കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നു. എന്നോട് ബന്ധപ്പെട്ട് ഒരു മർമ്മം കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുക. വളരെ വലിയൊരു മർമ്മമാണ്. മനസ്സിലായപ്പോൾ വളരെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ വലിയൊരു മർമ്മം. ഇതിനോട് ബന്ധപ്പെട്ടായിട്ട് നമുക്ക് അതുകൂടെ നോക്കിയിട്ട് ക്ലോസ് ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്നർത്ഥമാക്കുന്നത് എന്ത്? നമ്മുടെ നോട്ടം ശരിയെങ്കിൽ, നോട്ടം കർത്താവിലോട്ട് മാത്രമാണെങ്കിൽ, നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും തള്ളി നീക്കി നാം കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് അവനിലോട്ട് നോക്കി നമ്മുടെ വിശ്വാസത്തിനോട്ടും സ്ഥിരതയോടെ ഓടുന്നുവെങ്കിൽ കർത്താവിൻ്റെ പ്രകാശം നമ്മിലെല്ലാം വരുവാൻ ഇടയായിത്തീരും. പക്ഷേ നമ്മുടെ നോട്ടം മാറുമെങ്കിൽ, നോട്ടം കർത്താവിൽ നിന്ന് മാറിയെങ്കിൽ കർത്താവിൻ്റെ പ്രകാശം നമ്മിൽ വരണമെന്നുമില്ല. നമ്മിലുള്ള പ്രകാശം ശരിയായുള്ള പ്രകാശമാകണമെന്നുമില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പിശാചിൻ്റെ ഇൻഫ്ലുവൻസിന് നമ്മിൽ വരാൻ ഇടയായിത്തീരും. വലിയൊരു മർമ്മമാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞത്, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നാം കർത്താവിൻ്റെ മുഖത്തോട്ട് മാത്രം നോക്കി സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും തള്ളി നീക്കി കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവനെ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നെങ്കിൽ നമ്മുടെ സകല ഏരിയയിലും കർത്താവിൻ്റെ പ്രകാശം വരാനിടയായിത്തീരും. പക്ഷെ നമ്മുടെ നോട്ടം മാറിയാൽ, നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറി നമ്മുടെ പേരിനാകാം, അത് അല്ലെങ്കിൽ ഈ ലോകത്തിലെ സോക്കോൾഡ് നന്മകളിലാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈവൻ മിനിസ്ട്രി വൈസ് എൻ്റെ മിനിസ്ട്രി വർദ്ധിക്കണം എന്നുള്ള ചിന്തയാകാം, അല്ലെങ്കിൽ
ലോകപ്രകാരം ചർച്ചിൻ്റെ കാര്യങ്ങൾ തന്നെ, ചർച്ച് ബിൽഡിങ്ങും അങ്ങനെയുള്ള ഫിസിക്കൽ ഇതിലാകാം. നോട്ടം മാറിയാൽ കർത്താവിൻ്റെ പ്രകാശം നമ്മിൽ വരണമെന്നുമില്ല. നമ്മിലുള്ള പ്രകാശം കർത്താവിൻ്റെ പ്രകാശമായിരിക്കും. പൈശാചിക ഇൻഫ്ലുവൻസിന് നമ്മെ തന്നെ തുറക്കുവാൻ ഇടയായിത്തീരും. ഇത് വലിയൊരു മർമ്മമാണ്. ഇങ്ങനെയാണ് പല ദൈവദാസന്മാരും ഹിസ്റ്റോറിക്കലി തെറ്റിപ്പോകാൻ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരാളുടെ കാര്യം വായിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹത്തെ പറ്റി വേറെ ആൾ എഴുതിയാണ്. അറൗണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ അദ്ദേഹം ശുശ്രൂഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെയധികം ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലുണ്ടാണ്. അദ്ദേഹം വചനം ഘോഷിക്കുമ്പോൾ ജനം പാപത്തിൻ്റെ ബോധത്താൽ നിറയുമായിരുന്നു. അപ്പോൾ അവർ കണ്ണീരോടെ മാനസാന്തരപ്പെടുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ആള് കുറഞ്ഞു. മനുഷ്യ ഹാളിലൊന്നും വലിയ ആളില്ല. അദ്ദേഹം മാറ്റാൻ വേണ്ടി വലിയ പാട്ടുകാരനെ കൊണ്ടുവന്നിട്ട് മീറ്റിങ്ങിനെ കൊണ്ട്, പക്ഷെ ആൾ വരുന്നില്ല. അപ്പം ജനമെല്ലാം ഓർത്തു ഇദ്ദേഹം വലിയ പാപത്തിൽ വീണുപോയോ, പാപം ഒക്കെ ഉണ്ടോ എന്ന് എല്ലാവരും പരിശോധിച്ചിറങ്ങി. അദ്ദേഹത്തിന് ചെയ്തു. പാപമൊന്നും ആർക്കും കണ്ടുപിടിക്കാനൊത്തില്ല. പാപമൊന്നും അറ്റ്ലീസ്റ്റ് പ്രത്യക്ഷതയിൽ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ നോട്ടം മാറി. പണ്ട് അദ്ദേഹം വചനത്തോടെ ഇരുന്ന് വചനത്താൽ നിറഞ്ഞ് വചനത്തോടൊരു പ്രേമം പോലെ അദ്ദേഹം നിന്ന് ആ വചനത്തിൻ്റെ ശക്തിയിൽ അദ്ദേഹത്തിൽ വ്യാപരിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷയിൽ വ്യാപരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോട്ടം മാറി. അദ്ദേഹം വചനമൊന്നും അദ്ദേഹം അങ്ങനെ പഴയ പോലെ വായിക്കുന്നില്ല. ആ ദാഹം മാറി. കർത്താവിങ്കിൽ നോട്ടം മാറി. കർത്താവിൻ്റെ പ്രകാശം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ മാറാനിടയായിത്തീർന്നു. അനേക വിശ്വാസികൾക്കും ദേവദാസന്മാർക്കും എന്ന പ്രശ്നമാണ്. തുടങ്ങുമ്പോൾ എല്ലാം കർത്താവിൻ്റെ മുഖത്തോട്ട് നിൽക്കും. പക്ഷെ പിന്നെ ഒരുപക്ഷെ മിനിസ്ട്രി വർദ്ധിക്കും, ചർച്ച് വലുതാകും, ബിൽഡിങ് വരുമ്പോഴേക്കും കർത്താവിങ്കിൽ നോട്ടം മാറും. ഒരുപക്ഷെ മക്കൾ വെളിയിൽ പോയെന്നുള്ള ചിന്ത വരും. ഇതെല്ലാം വരുമ്പോഴേക്കും മക്കളെ വെളിയിൽ പോകാനുള്ള എയിം അവരുടെ മെയിൻ ഫോക്കസായി മാറും. കർത്താവിങ്കിൽ നോട്ടം മാറും. ദൈവിക പ്രകാശം അവരിൽ നിന്ന് മാറാനിടയായിത്തീരും. പാപം ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം, ചെയ്യണമെന്ന് തന്നെ ഇല്ല. കർത്താവിങ്ങൾ നോട്ടം മാറിയോ ദൈവിക പ്രകാശം നമ്മിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട്. കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നമുക്ക് കർത്താവിങ്കിലോട്ട് നോക്കാം. കർത്താവിങ്കിലോട്ട് മാത്രം നമുക്ക് നോക്കാം. കർത്താവ് അവങ്കലേക്ക് നോക്കിയ പ്രകാശരെ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ ലോക നന്മകളിലോട്ടല്ല, ഈ ലോക അനുഗ്രഹങ്ങളിലോട്ടല്ല, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയ പ്രകാശരെ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയ. നമുക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും തള്ളി നീക്കി നമുക്ക് കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് അവങ്കലേക്ക് നോക്കി വിശ്വാസത്തിൻ്റെ ഈ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. കർത്താവിനെ ധ്യാനിക്കാം. നമ്മുടെ കണ്ണ് ചൊവ്വുള്ളതായിരിക്കട്ടെ. നാം കർത്താവിൻ്റെ മുഖത്തോട്ട് അങ്ങനെ നോക്കുമ്പോൾ ദൈവശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിലെല്ലാം വരാൻ ഇടയായിത്തീരും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾ അങ്ങയുടെ സന്നിധി വരുന്നു. പലപ്പോഴും ഞങ്ങൾ അങ്ങയുടെ മുഖത്തോട്ടല്ല നോക്കുന്നത്. പലപ്പോഴും ഈ ലോക നന്മകളിലോട്ട് നോക്കുന്നു. അതിൽ നമ്മൾ പ്രശംസിക്കുന്നു. പലപ്പോഴും മക്കൾ വെളിയിൽ പോകുന്നോ, വലിയ കല്യാണം നടക്കുന്നോ ഞങ്ങൾ ഫോക്കസായി മാറുന്നു. അതല്ലപ്പാ, അത് മാറ്റി നിർത്തി സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും തള്ളി നീക്കി ഞങ്ങൾ അങ്ങയുടെ മുഖത്തോട്ട് മാത്രം അങ്ങയുടെ ശക്തിയും സാന്നിധ്യവും ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിൽ വെളിപ്പെടട്ടപ്പ. ഞങ്ങൾ അങ്ങെങ്കിലോട്ട് മടങ്ങി വരുന്നപ്പ. ഞങ്ങളുടെ കണ്ണ് ചൊവ്വുള്ളതായിരിക്കട്ടെ. അങ്ങയുടെ മുഖത്തോട്ട് മാത്രം നോക്കട്ടെ. ദൈവിക ശക്തിയും സാന്നിധ്യം ഞങ്ങളുടെ സകല ഏരിയയിലും വെളിപ്പെടട്ടപ്പ. അങ്ങയുടെ മുഖത്തോട്ട് മാത്രം ഞങ്ങൾ നോക്കട്ടെ. ഈ ലോക നന്മകളുള്ള മിനിസ്ട്രി വർദ്ധിക്കുന്നതിലോട്ടല്ല, ഞങ്ങൾ അങ്ങയെങ്കിലേക്ക് മടങ്ങി വരുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം അങ്ങയുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങയുടെ മുഖത്തോട്ട് മാത്രം നോക്കുന്നു. അങ്ങയുടെ ശക്തിയും സാന്നിധ്യം പൂർണ്ണമായിട്ട് ഞങ്ങൾ വെളിപ്പെടട്ടെ. ഞങ്ങൾ അങ്ങയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അങ്ങയുടെ ശക്തി ഞങ്ങൾക്കായി വെളിപ്പെടുന്നതിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ എല്ലാ ഏരിയയിലും വെളിപ്പെടുന്നതോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. വചനം ഘോഷിപ്പാൻ അടിയനെ സഹായിച്ചതിന് നന്ദി പറയുന്നു. എല്ലാ വിഷയങ്ങളും തിരുമ്പാ സമർപ്പിക്കുന്നു. എല്ലാം നസ്രാനെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.
താങ്ക് യു. ഗോഡ് ബ്ലസ് യു.